കപ്പലണ്ടി എങ്ങനെ നമുക്ക് വീട്ടിൽ വറക്കാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്താലാണ് നമ്മുടെ ചാനലിനെ കുറിച്ച് ഇതുണ്ടാവുക എന്നൊക്കെ എൻ്റെ നല്ല പ്രിയ സുഹൃത്തുക്കൾ പറഞ്ഞു. പക്ഷെ ഡെയിലി എന്നുള്ള കാര്യം നടക്കണ കാര്യമല്ല. പിന്നെ ഒരു കുറച്ച് തിരക്ക് വന്ന കാരണമാണ് ഒന്ന് വൈകിയത് കേട്ടോ. പക്ഷെ നിങ്ങളപ്പം എന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയ റെസിപ്പി ആയിട്ട് വന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി വെക്കാം. അപ്പൊ നമുക്ക് ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഒരു കടല വറുത്ത ഇതിട്ടിട്ടുണ്ട്. കടല ഉപ്പിലിട്ടിട്ട് തന്നെ വറുക്കുന്നത്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. എഡിറ്റർ കൊടുത്തേക്കണം കേട്ടോ, ഞാനല്ല എഡിറ്റ് ചെയ്യുന്ന ആള്. ഇതിന്റെ മുകളിലായിട്ട് കാണാൻ കണ്ടല്ലോ. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പെന്ന് പറഞ്ഞാൽ പൊടിയുപ്പാണ് നമ്മള് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഉപ്പ് നമുക്ക് വീണ്ടും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതായത് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ വേറെ വറക്കുന്നത് ഇതേപോലെ തന്നെ എന്തെങ്കിലും വറക്കാൻ ഉപയോഗിക്കാനും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇതിങ്ങനെ ആക്കിയത് പിന്നെ ഉപയോഗിക്കാറില്ല. ഇതുപോലെ നമുക്ക് ബാക്കി കപ്പലണ്ടിയോ അതുപോലെ തന്നെ കടലയോ ഒക്കെ വറക്കാനാണ് ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യണ സമയത്ത് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതുവരെ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. അപ്പൊ നമ്മുടെ ഉപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാന് ഇതില് വറുക്കാത്ത കപ്പലണ്ടിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. പച്ച കപ്പലണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ വറുത്ത കപ്പലണ്ടി വാങ്ങിച്ചാലും നമുക്കതൊന്ന് നല്ല ചൂടില് അതുപോലെ നല്ലൊരു സ്മെല്ലില് കഴിക്കാന്നൊക്കെ തോന്നുകയെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇത് ഓൾറെഡി ഇപ്പൊ പച്ച കപ്പലണ്ടിയാണ്. ഇതിപ്പോ 1 കിലോനുണ്ട്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ വറുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ മൊത്തത്തിൽ വറുത്ത് അങ്ങനെ എടുത്തു വെക്കുന്നതായിട്ട് നമുക്ക് നല്ലത് ആവശ്യത്തിന് വറുക്കുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ ഉപ്പ് ഇങ്ങനെ വറുത്തതുണ്ട് വെച്ചാൽ എടുത്തു വെക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോ നമുക്ക് കുഴപ്പമില്ല, ഈ ഉപ്പ് നാശമായി പോവില്ല, നമുക്ക് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. ഞാനൊരു ഏകദേശം 250 ഇടുന്നത് കേട്ടോ. പകുതിയൊന്നും ഇടുന്നില്ല, കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 250 ഇട്ട് കൊടുക്കാം. ഇത്രയും കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി വറുത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഉപ്പ് എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി വറുത്തെടുക്കണം. ഉപ്പില്ലാത്ത ഭാഗത്തെ കപ്പലണ്ടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വറുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മണലിലും വറക്കാവുന്നതാണ്. മണലാവുമ്പോൾ നമ്മളത് കഴുകിയിട്ട് മണല് എടുത്തിട്ട് നന്നായി കഴുകുക. എന്നിട്ട് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ ആ മണല് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്. മണലിനായിട്ടും ഉപ്പാവുമ്പോഴേ ഉപ്പിന്റെ ഒരു രസം ചെറുതായിട്ടൊന്ന് പിടിക്കും. ചെറുതായിട്ട് കേട്ടോ, അത്രയും കുറവ് രീതിയിലല്ലാണ്ട് കുറെ ഉപ്പിട്ട് വെച്ചിട്ട് ഇനി ഇതിൽ ആകെ ഉപ്പാവുന്നൊന്നും വിചാരിക്കേണ്ട. കുറച്ച് ഒരു ചെറിയ ഉപ്പിന്റെ ഒരു രസം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ വറുക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മള് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. അപ്പൊ നമ്മളിത് വറുത്ത് ഇതിന്റെ ഒരു കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മൂക്ക് തന്നെയാണ്. കാരണം അത്യാവശ്യം ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ചെറിയ തോതിലൊക്കെ ഇങ്ങനെ പൊട്ടും. നമ്മൾ കപ്പലണ്ടി കടല വറക്കുമ്പോഴും പറഞ്ഞിരുന്നു പൊട്ടി വിടരുന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ പൊട്ടി വിടരാനൊന്നുമില്ല. അത് കാരണം തന്നെ പൊട്ടി വിടരാന്നുള്ള ഒരു സംഭവം ഇങ്ങനെ ചെറിയ ശബ്ദം മാത്രം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വറവ് സ്മെല്ല് വരും. പക്ഷെ ആ മണം വന്നു എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ആ ഒരു പാകമായിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. കാരണം മണം വന്നു എന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിന്റെ വറവ് കറക്റ്റ് ആയിട്ടില്ല. ഇപ്പോഴും പച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതില് കളറ് ശരിക്കാണോന്ന് എനിക്ക് ശരിക്കാണ്ട് അറിയുന്നില്ല. മുമ്പ് നമ്മുടെ മൊബൈൽ ക്യാമറയിലായിരുന്നു ഞാൻ പിടിച്ചിരുന്നത്. ഇപ്പൊ പുതിയ ക്യാമറയൊക്കെ എനിക്ക് കിട്ടി. ഞാൻ അതിന്റെ റിവ്യൂ ഇടണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നിട്ടില്ല. അപ്പൊ ആ ക്യാമറയില് എങ്ങനെയാ വെച്ചെങ്കിൽ
അങ്ങനെ ലൈറ്റിന്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം നിങ്ങൾക്ക് ഇതിലെ കളർ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ശരിക്കും നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു റെഡ് കളറൊക്കെ വരും. പിന്നെ നമ്മൾ ബീച്ചിലും പാർക്കിലൊക്കെ പോകുമ്പോൾ കപ്പലണ്ടി വറുക്കുമ്പോഴുള്ള ഒരു മണം ഉണ്ടല്ലോ, ആ മണം ഇപ്പൊ ഈ അടുക്കള ഫുള്ള് ഇങ്ങനെ പരന്നിരിക്കണം കേട്ടോ. പക്ഷെ ആയിട്ടില്ല, നമ്മൾ കുറച്ച് നേരം കൂടിയും, കാരണം അവർ ഒറ്റ 5 മിനിറ്റ് നേരം കൊണ്ട് വറുത്തെടുക്കുന്നതല്ലല്ലോ കപ്പലണ്ടി. അവര് പിന്നെ നല്ല ഇരുമ്പ് ചീനച്ചട്ടി ആയിരിക്കും. അപ്പൊ അതിന്റെ ചൂട്, അതുപോലെ തന്നെ മണലിന്റെ ചൂട് അങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പൊ ഉപ്പിനായാലും നല്ല ചൂടൊക്കെ നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ നല്ല കനമുള്ള ചട്ടിയിൽ വേണം കേട്ടോ വറക്കാനെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരിക്കണു, മുമ്പേ പറയാൻ മറന്നുപോയി. കനം കുറഞ്ഞതിലൊക്കെയാണ് വെച്ചിങ്ങനെ പെട്ടെന്ന് തന്നെ പാത്രവും കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഉപ്പിനൊക്കെ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് വരും. ഇപ്പൊ നമ്മൾ ഉപ്പിനൊന്നും അങ്ങനെ കളർ ചേഞ്ച് വന്നിട്ടില്ല, കണ്ടില്ലേ. ഇപ്പൊ നമ്മുടെ കപ്പലണ്ടി വറുത്ത് ഒരുവിധമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു തൊലിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മുടെ ഉപ്പിലേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് വീണിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അരിപ്പുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ കോരിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലത്തെ ഉപ്പൊക്കെ പോയി നമുക്ക് കപ്പലണ്ടി മാത്രമായിട്ട് കിട്ടും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടൊക്കെയാണ് ഇപ്പം, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരിക്കില്ല. നമുക്ക് ആ ഒരു കളർ ചേഞ്ച് കാണിച്ചു തരാം ഞാൻ. ഇപ്പൊ ദേ ഇത് കണ്ടോ, ഇത് വെളുത്തിട്ടാണ് ഇരിക്കുന്നത്, ഇത് നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. മുമ്പേ തന്നെ പറഞ്ഞു ഞാൻ സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്